മോളെ, നീയൊന്നും പറഞ്ഞില്ലല്ലോ. നീ പോയിട്ടെന്തായി? നന്ദനെ കണ്ടില്ലേ? അവനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ നീ പോയത്? നീ വിളിച്ചിട്ടും അവൻ വരാഞ്ഞതാണോ, അതോ നിനക്ക് അവനെ കാണാൻ പറ്റിയില്ലേ? അച്ഛാ, അത് നന്ദേണ്ണ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ചെന്നപ്പോഴേക്കും നന്ദേണ്ണ ഇവിടെ നിന്ന് പോയി. എങ്ങോട്ടാ പോയെന്ന് നീ അന്വേഷിച്ചില്ലേ? പിന്നീട് വിശപ്പോ നന്ദേണ്ണ കിട്ടിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ചെല്ലട്ടെ അച്ഛാ, മോക്ക് പാല് കൊടുക്കുന്ന സമയം. ആ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. എടോ, താൻ പറയുന്ന പോലെ അല്ല, സ്ത്രീകളിലും പുരുഷന്മാരിലും പരസ്പരം ഇങ്ങനെ ചതിക്കുന്നവരുണ്ട്. ഇത് ചതിയല്ല, പകരം വീട്ടിലാണെന്നാ എനിക്ക് തോന്നുന്നത്. ആരുടെ കാര്യം താനീ പറയുന്നേ? ആരുടെ കാര്യമാണെന്നൊക്കെ ഞാൻ സമയമാകുമ്പോ പറയാം. ഈ മുറിന്ന് അച്ഛന് മരുന്നെടുത്ത് കൊടുക്കാൻ പോകുന്നത് വരെ തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനിടയ്ക്ക് ഇത് എന്തു പറ്റി? ഇപ്പൊ ഒന്നും പറ്റിയില്ല. ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ പറ്റും. മിക്കവാറും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇത് ഇത്തിരി കൂടിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ സച്ചേട്ടാ. എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കുന്നു. എടോ, ഇങ്ങനെ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. താൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. താൻ പറഞ്ഞത് മുഴുവൻ നന്ദേട്ടന്റെ കാര്യം. എന്താ, ശരിയല്ലേ? ശരിയാണ്. നന്ദേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. മരുന്നെടുത്ത് കൊടുക്കാൻ പോയപ്പോ അച്ഛൻ ചോദിച്ചു, ഞാൻ പോയിട്ട് നന്ദേണ്ണനെ കണ്ടില്ലേന്ന്. കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? എല്ലാം മനസ്സിലടക്കി ടെൻഷൻ അടിച്ച് നടക്കാനാണല്ലോ എന്റെ വിധി. ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. താൻ അന്വേഷിച്ച് ചെല്ലുമ്പോ നന്ദേട്ടൻ സന്ധ്യയുടെ കൂടെ ആയിരുന്നു അല്ലേ? ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ താൻ വിചാരിക്കുന്ന ഇപ്പോ? എടോ, തന്റെ മുഖത്തൊരു ചെറിയ മാറ്റം വന്നാൽ പോലും അതെനിക്ക് മനസ്സിലാവും. താൻ തിരിച്ചു വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാതിരുന്നത് അന്നേരം അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നുകൊണ്ടാ. ഇനി പറയ്, നന്ദേട്ടനെ സന്ധ്യയും താൻ എവിടെ വെച്ചാ കണ്ടേ? ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. അവിടെ അവർ രണ്ടുപേരും കൂടി സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേ ആഘോഷിക്കായിരുന്നു. ഇതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി. നന്ദേട്ടൻ അവന്തിയെടുത്ത് ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യും. എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഇന്നത്തെ ദിവസം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത്. എനിക്കത് എങ്ങനെ അച്ഛനോട് പറയാൻ പറ്റും? അതോടെ അച്ഛൻ്റെ മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ആകെ സമാധാനം നഷ്ടപ്പെടും.
അയാൾക്ക് ഡിവോഴ്സ് അനുവദിച്ചു കൊടുത്താ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. എന്റെ ലക്ഷ്യം സാധിക്കാതെ എനിക്ക് മടങ്ങേണ്ടി വരും. ഡിവോഴ്സ് ചെയ്യപ്പെട്ടവളായി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് അയാളുടെ വിധവയായി ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നതാ. നന്ദ, കണ്ടോ നീ? എന്താണ് ഈ കിടക്കുന്നത് നിനക്കറിയാലോ? എന്റെ ജീവിതം ഏതാണ്ടിപ്പോ ഇതുപോലെ തന്നെയാ. ഇതിന് ഉത്തരവാദി നീ മാത്രമാണ്. നിന്നോട് എങ്ങോട്ടും പോകരുതെന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞല്ലേ? എനിക്കതിനെക്കുറിച്ച് അച്ഛനോടൊന്നും പറയാനില്ല. ഒരു ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ നീ ഇന്ന് ചെയ്തത്. ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാ. നിന്റെയും അവളുടെയും സന്തോഷത്തിനു വേണ്ടി എല്ലാം ഒരുക്കി അവൾ നിനക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ നീ വന്നില്ല, മറ്റെവിടേക്കോ പോയി. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് നീ ചെയ്തത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ജീവിതം തേടി നമ്മൾ എങ്ങും പോകേണ്ടതില്ല. കിട്ടുന്ന ജീവിതം ഭംഗിയായി ജീവിച്ച് തീർന്നാ മതി. ഇതൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ ഒരു ആയുസ് മുഴുവൻ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കൊള്ളാവുന്ന ജീവിതത്തിനെ കുറിച്ചൊരു അന്വേഷണം തന്നെയാണ്. നാളെക്കുറിച്ചൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ തെറ്റിനെ ന്യായീകരിക്കാൻ നിനക്ക് പറ്റില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കുടുംബങ്ങൾ ഈ ലോകത്ത് കാണാൻ തന്നെ പറ്റില്ല. അതൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം. വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിവസം എന്നൊക്കെ പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വെക്കാനുള്ളതാ. ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. വെറുതെ എന്ന് ഒരുമിച്ച് കിടന്ന് കലഹിക്കുന്നതിനേക്കാൾ നല്ലത് പരസ്പരം പിരിഞ്ഞു പോകുന്നത് തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും മനസ്സമാധാനമെങ്കിലും കിട്ടും. എന്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഏതാണ്ട് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇനി ഒരുമിച്ച് പോകത്തില്ല. എന്താ പറഞ്ഞു? അച്ഛാ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഞാൻ തീരുമാനിച്ചതായിരുന്നു. എന്റെ വാക്ക് പോലും നിനക്ക് ധിക്കരിക്കാമെന്നായല്ലേ? ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അച്ഛൻ എന്നെ തല്ലുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഇനിയുള്ള എൻ്റെ ജീവിതമെങ്കിലും എനിക്ക് നോക്കിയേ പറ്റൂ. അർച്ചന എന്നെ പറയും, ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? നന്ദേന്റെ ആഗ്രഹം പോലെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ അതിനൊന്നും സമ്മതിക്കില്ല. തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഈ കുടുംബത്തിൽ ഇനിയൊരു പെണ്ണിന്റെ കണ്ണീര് വീഴാൻ പാടില്ല. അപ്പോ ആണിന്റെ കണ്ണീര് വീഴാം അല്ലേ? അതൊന്നും എനിക്ക് അറിയില്ല നന്ദേട്ടാ. പക്ഷേ നന്ദേട്ടൻ അച്ഛന്റെ വാക്ക് ധിക്കരിച്ചത് അച്ഛന് വലിയ വിഷമായി പോയി. അച്ഛനെ വിഷമിച്ചാ മതി. അനുഭവിക്കുന്നത് ഞാനാണ്. കുറച്ചു കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുമ്പോൾ അർച്ചന തന്നെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞാൽ മതി. എന്ത് കാര്യം? അർച്ചന, ഞാൻ മടുത്തു. അവന്തികയും ഞാനും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഇനി സാധിക്കത്തില്ല. ഡിവോഴ്സ് പെറ്റീഷനുകളുടെ വേർപിരിയാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ ആണിന്റെ കണ്ണീരിനും സങ്കടത്തിനും ഒന്നും ഒരു വിലയില്ല. അതെന്ത് നീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതിലധികവും വിവാഹിതരായ പുരുഷന്മാരാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? ജീവിതത്തിലെ മനസമാധാനം ഇല്ലായ്മയുണ്ട്. ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും പ്രശ്നത്തിന് മുകളിൽ പ്രശ്നങ്ങളായി
ഒടുവിൽ പ്രഷറും ടെൻഷനും സഹിക്കുക വയ്യാതെ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യമെന്ന് തീരുമാനിക്കും. എന്റെ കാര്യം അർച്ചനയ്ക്ക് അറിയാലോ. 7 വർഷം ഞാൻ അവളുടെ തടവറയിലായിരുന്നു. അന്ന് അനുഭവിച്ച ഡിപ്രഷൻ എന്നെ തകർത്ത് കളഞ്ഞത് എത്രമാത്രമാണെന്ന് അർച്ചനയ്ക്ക് അറിയത്തില്ല. അർച്ചനയ്ക്കും എന്നെ മനസ്സിലാവുന്നില്ലേ? ഇപ്പോഴും അച്ഛനെ കരുതിയാണ് പലതും പറയാതിരിക്കുന്നത്. ഇനി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ മനസാക്ഷിയോടെങ്കിലും എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. സന്ധ്യ എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. നന്ദേട്ടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. സന്ധ്യ ഡോക്ടറും നന്ദേട്ടനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞാൻ അതിനെല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചേരണമെന്ന് ആഗ്രഹിച്ചവളാ ഞാനും. പക്ഷേ നന്ദേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛനും മറ്റെന്തിനേക്കാളും വലുതാ കുടുംബത്തിൽ. ാണോ അർച്ചന പറയുന്നത്? ഇനി ആരെയും ഒന്നും മനസ്സിലാക്കിയാൻ പറ്റില്ല. കാര്യങ്ങൾ അതിനൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. ചില തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാവും. അത് വിധിയാണ്. നന്ദേട്ടാ, മിണ്ടിപ്പോരുത്. എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവളുടെ കൂടെ ഒരു ജീവിതം, അത് നിങ്ങൾ ഈ ജന്മത്തെ പ്രതീക്ഷിക്കണ്ട. നന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. മനസ്സുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാൻ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ പരസ്യമായി അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഡിവോഴ്സ് നടന്നില്ലെങ്കിലും അയാൾ സന്ധ്യയ്ക്കൊപ്പം ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാവരും അവളെ അംഗീകരിക്കും. ഒറ്റപ്പെട്ടു പോകുന്നത് ഞാൻ മാത്രമായിരിക്കും. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പടിയിറങ്ങേണ്ടി വരും. വേണമെങ്കിൽ ഇന്നത്തെ സംഭവത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സ്ഫോടനം തന്നെ എനിക്ക് സൃഷ്ടിക്കാം. പക്ഷേ അയാളോടുള്ള എൻ്റെ പെരുമാറ്റം ഞാനൊന്ന് മാറ്റിപ്പിടിക്കാൻ പോവാ. ഫുഡ് കഴിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ എടുത്തു വയ്ക്കാം. വേണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ഇവളെന്താ എന്നോട് വഴക്കിടാത്തത്? എന്നെ സന്ധ്യയും കൂടി ആ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടിട്ടു. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തെന്താ? ഇവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പാമ്പിനെ പോലെ പത്തി താഴ്ത്തിയിരിക്കുന്നത് അവസരം വരുമ്പോൾ വിഷം ചീറ്റാനായിരിക്കും. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ചാണ്.
എനിക്കതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കണം. എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് നാളെ സംസാരിക്കാം. ഇവളെന്താ ഇങ്ങനെ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സംസാരിക്കണം പോലും. എന്ത് സംസാരിക്കാൻ? ഇനി ഒന്നും സംസാരിക്കാനില്ല. അവളുടെ കൂടെ ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളെ തീർക്കാൻ തന്നെ എൻ്റെ തീരുമാനം. രാത്രി പിന്നെ വഴക്കൊന്നും കേട്ടില്ല. ഇനി രണ്ടുപേരും കൂടി കോംപ്രമൈസ് ആയതാണോ? അവധിയെടുത്തിയുടെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ വിശ്വസിക്കാൻ വയ്യ. ഇപ്പോഴത്തെ ഈ നിശബ്ദത ഒരു വലിയ പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ശാന്തത മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നന്ദേട്ടൻ വെഡിങ് ആനിവേഴ്സറി ഉപേക്ഷിച്ചിട്ട് സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേക്ക് പോയത് തീരെ ശരിയായില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിച്ചത് ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ന്യായീകരിക്കാൻ പറ്റില്ല. ജീവിതം എന്ന് പറയുന്നതേ നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പലതും ഉണ്ട്. ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇഷ്ടമുള്ള ഒരാളോടൊപ്പം അല്പകാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നതാണെന്ന് തോന്നിയാ ആർക്ക് കുറ്റം പറയാൻ പറ്റും? നമുക്ക് ചുറ്റിലും നാം കാണുന്ന മനുഷ്യരെല്ലാം പലതരത്തിലുള്ള അസ്വസ്ഥരും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയുള്ളവരാ. പലരും പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. എന്നാലും നന്ദേട്ടന്റെയും അവന്തികേട്ടത്തിന്റെയും ജീവിതം ഒരു വല്ലാത്ത അഡ്ജസ്റ്റ്മെന്റ് ആയിപ്പോയി. എന്നെ കണ്ടപ്പോൾ നിങ്ങൾ എന്താ സംസാരം നിർത്തിക്കളഞ്ഞത്? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആയിരുന്നോ, അതോ എന്നെ കുറിച്ച് തന്നെയായിരുന്നോ പറഞ്ഞത്? അങ്ങനെ കേൾക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല. ഇന്നലത്തെ കാര്യത്തെ കുറിച്ച് തന്നെ സംസാരിച്ചോണ്ടിരുന്നേ. ഇന്നലത്തെ കാര്യമല്ലേ, അത് കഴിഞ്ഞു പോയില്ലേ. ഇനി നമുക്ക് ഇന്നത്തെ കാര്യം നോക്കിയാ പോരെ? ആഹാ, നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ ചായക്ക് റെഡിയാക്കി കഴിഞ്ഞോ? അതിരെ, നന്ദേട്ടനൊരു ചായ എടുത്തേ, ഞാൻ കൊണ്ടു കൊടുത്തോളാം. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ പരസ്പരം അന്തം വിട്ട് നോക്കുന്നേ? അത്ഭുതം തോന്നുന്നുണ്ടോ? ഭർത്താവിന് ഭാര്യ ചായ കൊടുക്കാൻ പോകുന്നതിൽ എന്താ ഇത്ര അത്ഭുതം? ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് നിൽക്കാതെ നന്ദേട്ടൻ പോയി സന്ധ്യയുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഒരു റെസ്റ്റോറൻറ്റിൽ അവർ രണ്ടുപേരും കൂടി ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് പരസ്പരം ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് കാമുകി കാമുകന്മാരെ പോലെ പോലെന്നല്ല, അവരങ്ങനെ തന്നെയാ. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അർച്ചനയ്ക്കല്ലേ? നീ ഞെട്ടണ്ട. അവര് തമ്മിൽ കണ്ടുമുട്ടിയ ആ റെസ്റ്റോറൻറ്റില് ഞാനും ഉണ്ടായിരുന്നു. ഒരു ഫാൻസി ഡ്രസ്സുകാരിയുടെ വേഷത്തിൽ ഒരു പർദ്ദ കേട്ടിട്ട് അവരെന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷേ ഒടുവിൽ അവർക്ക് മനസ്സിലായി കേട്ടോ. എന്ന് പറഞ്ഞാ ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. കാമുകിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഭാര്യയുമായിട്ടൊരു കണ്ടുമുട്ടൽ. രണ്ടുപേരും എന്നെ കണ്ടപ്പോൾ നല്ലതുപോലെ ഞെട്ടി കേട്ടോ. എന്റെ സ്ഥാനത്ത് സന്ധ്യ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ തോറ്റുകൊടുത്ത് എനിക്ക് ശീലമില്ലല്ലോ.
അയാളുടെ വെപ്പാട്ടിമാരുടെ എണ്ണം എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മരിക്കുന്നത് വരെ അയാളുടെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ മാത്രമേ ഉണ്ടാവൂ.